എല്ലാവർക്കും നമസ്കാരം. ചിറങ്ങരയിൽ ഒരു ആക്സിഡന്റ് നടന്നിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകുകയായിരുന്ന ബാലാജി എന്ന് പറയുന്ന ബസ്, ടൂറിസ്റ്റ് ബസ്സാണ്. ഹൈദരാബാദിലേക്ക് പോകുന്ന ബസ് നമ്മുടെ ചിറങ്ങര മേൽപ്പാലം കയറി ഇറങ്ങി വരുന്ന ഭാഗത്ത് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തി വിട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ തൊട്ട് താഴെ സർവീസ് റോഡിലൂടെ വടക്കോട്ടുള്ള ദിശയിലേക്ക് ഒരു ഓട്ടോറിക്ഷ, കൗസ്തുഭം എന്ന് പറയുന്ന ഓട്ടോറിക്ഷ, അത് ഓടിച്ചിരുന്ന സുനിൽകുമാർ എന്ന് പറയുന്ന ചിറങ്ങരയിൽ ഓട്ടോ ഓടിക്കുന്ന ചേട്ടനാണ്. ആ ചേട്ടൻ ഓട്ടോ ഓടിച്ചു പോകുന്നു. ഇതിനുശേഷം അവിടുന്ന് യു ടേൺ എടുത്ത് ഈ അപ്പുറത്തെ വശത്തേക്ക് ചിറങ്ങര ഓട്ടോപേട്ടയിലേക്ക് പോകാൻ സാധിക്കും, ഈ ഫ്രണ്ടി കൂടെ, ഹൈവേ കൂടെ. അതിലൂടെ വണ്ടി എടുക്കുന്ന സമയത്താണ് ഈ ബസ് വന്നിടിക്കുന്നത്. ഓട്ടോറിക്ഷ അപ്പാടെ തകർന്ന് തരിപ്പണമായ സ്ഥിതിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ. ഈ സുനിൽകുമാർ എന്ന് പറയുന്ന കൗസ്തുഭം ഓട്ടോ ഓടിക്കുന്ന ചേട്ടനെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ മേൽപ്പാലങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങളൊക്കെ നമ്മൾ അതിദ്രുതമായ രീതിയിലേക്ക് പോവുകയാണ്. ഈ വാഹനങ്ങളൊക്കെ വരുന്ന വലിയ സ്പീഡിലായിരിക്കും. അപ്പോൾ അവിടെ ഒരുക്കിയിട്ടുള്ള ഈ സംഭവം, ഈ യു ടേൺ എടുത്ത് പോകുന്ന ആ ഭാഗം, അവിടെ അതീവ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ അപകടങ്ങൾ കടന്നു വരും. ഈ മേൽപ്പാലങ്ങളെല്ലാം തന്നെ പണി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് തുറന്ന് കൊടുക്കുമ്പോൾ, വാഹനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുമ്പോൾ പാലിക്കേണ്ട ക്ലിയറൻസ് കൃത്യമായി കിട്ടിയതിനു ശേഷം തുറന്നു കൊടുക്കാൻ പാടുള്ളൂ. എന്താണ് ഇവർ പറയുന്നത്? ഈ വാഹനങ്ങളും ചിറങ്ങര മേൽപ്പാലം കയറി ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ അവിടെ ഒരു യു ടേൺ. എന്തിനാണ് ഈ യു ടേൺ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, കുറെ വാഹനങ്ങൾ സർവീസ് റോഡ് കൂടി പോകുന്നു, കുറെ വാഹനങ്ങൾ മോളിൽ കൂടെ കൂടി വന്നു. ഈ ഫ്രണ്ടിൽ വെച്ചേക്കണ യു ടേണിൽ കൂടെ ഈ ആൾക്കാർ വാഹനം എടുത്ത് പോവില്ലേ? അപകട സാധ്യതയല്ലേ തുറന്നു വെച്ചിരിക്കുന്നത്? എന്താണ് ഇതിന് ശ്രദ്ധിക്കാത്തത്? നമുക്ക് ആ ഓട്ടോ ഓടിക്കുന്ന സുനിൽകുമാർ എന്ന് പറഞ്ഞ ചേട്ടനൊന്നും പറ്റില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മേൽപ്പാലങ്ങളിലൊക്കെ വലിയ ചതികൾ ഫ്രണ്ടിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ വാഹനങ്ങൾ മുഴുവൻ കൂടെ കയറ്റി വിടുമ്പോൾ എന്ത് ക്ലിയറൻസ് ഇല്ലാതാണ് ഈ സാധനങ്ങൾ കടത്തിവിടുന്നത്? ഇതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതാണ്. ജനപ്രതിനിധികൾ അടങ്ങുന്ന സംഘങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കേണ്ടതാണ്. ആരോടെങ്കിലും പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യണത്. ഫ്രണ്ടിൽ പാലിറങ്ങി വന്ന യു ടേൺ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? എന്തായിരുന്നാലും ഓട്ടോറിക്ഷ അപ്പാടെ തകർന്നിരിക്കുന്നു. സുനിൽകുമാർ എന്ന് പറയുന്ന കൗസ്തുഭം ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ ഇപ്പോൾ പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്.